40 വയസ്സ് മുതൽ നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, എന്താണ് 40 ഇയേഴ്സിലുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഷാന. നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് എപ്പോഴും സ്കിൻ കെയർ തന്നെയാണ്. ഞാൻ എല്ലാ വീഡിയോസിലും മാക്സിമം സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയാറുള്ളത്. കാരണം നമ്മളുടെ അത് കണ്ടിട്ട് ഒരുപാട് പേര് സ്കിൻ കെയർ എന്നൊക്കെ എന്താണെന്ന് പോലും അറിയാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു. സോ ഇപ്പോൾ ഒരുപാട് പേര് ഇത് സ്കിൻ കെയറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ തുടങ്ങി, അത് ചെയ്യുന്നുണ്ട്, നല്ലപോലെ റിസൾട്ട് ഉണ്ട്. എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ ഈ ഒരു ചാനലിലൂടെ എനിക്ക് ഒരു നല്ലൊരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ മുമ്പ് നമ്മുടെ ചാനൽ ആക്റ്റീവായിട്ടിരിക്കുന്നതിന് മുമ്പൊക്കെ ഞാൻ കുറേ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കിൻ കെയറിനെ കുറിച്ചിട്ടും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, സ്കിന്നിൽ പിഗ്മെൻറ്റേഷനും ഡ്രൈനെസ്സും ഭയങ്കര പല ആൾക്കാർക്കും ഒരു 45-50 ആകുമ്പോഴേക്ക് കംപ്ലീറ്റ് പിഗ്മെൻറ്റേഷൻ്റെ പ്രോബ്ലവും ഒക്കെയാണ്. അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? കറക്റ്റായിട്ടുള്ള ഒരു സ്കിൻ കെയറോ കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റോ ഇതൊന്നും അറിയാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, ഹൈസ്കൂൾ ആയിക്കോട്ടെ, ഇത് കേൾക്കുന്നവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ പറയുന്നത് ശരിയാണോ എന്നുള്ളത് കേട്ടോ. കാരണം സ്കൂളുകളിലൊക്കെ നമ്മളുടെ അവിടെ ഒരു ഹൈസ്കൂൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ സ്കിൻ കെയർ എന്താണ്, ഹെയർ കെയർ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ, ഒരുപാട് പേര് ഈ ആൻറ്റി ഏജിങ്ങിൽ ഒരുപാട് സ്കിന്നിൻ്റെ പ്രോബ്ലം കൊണ്ട് നടക്കുന്നുണ്ട്. എന്തുപയോഗിക്കാം, എന്താണ് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ എന്നൊരു അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഞാൻ എല്ലാവരും ഇപ്പോൾ ഒരുപാട് പേരെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് വരുമ്പോൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആയി, ഡാമേജ്ഡായി, പിഗ്മെൻറ്റേഷനായി ഒക്കെയാണ് വരുന്നത്. അതിൻ്റെയൊക്കെ റീസൺ എന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് അറിയാതെ, അതേ നല്ലൊരു ടൈമിൽ സ്കിൻ മെച്ചൂർഡായി കഴിയുമ്പോൾ തന്നെ എപ്പോഴും നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നവർ സ്ഥിരമായിട്ട്, എന്താണ് പ്രൊഡക്റ്റ് എന്ന് പോലും അറിയാതെ നമ്മൾ ഒരുപാട് ക്രീമുകൾ, ഫെയർനെസ് ക്രീമുകളൊക്കെ എടുത്തിട്ട് നമ്മൾ സോപ്പൊക്കെ ഇട്ട് കഴുകി ഫെയർനെസ് ക്രീമൊക്കെ ഡയറക്റ്റ് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതൊന്നും ചെയ്യാൻ പാടില്ല. എന്താണ് കറക്റ്റ് സ്കിൻ കെയർ എന്നുള്ളത് നമ്മുടെ സ്കൂളുകളിലൊക്കെ നമുക്ക് ഹൈസ്കൂൾ കഴിയുമ്പോഴെങ്കിലും ഒരു നോളേജ് കിട്ടിയിരുന്നെങ്കിൽ ശരിക്കും ഒരുപാട് മാറ്റം, നമുക്ക് ഈ ഒരു മാറ്റം ഒരുപാട് പേരിൽ കാണുമായിരുന്നു. അപ്പോൾ ആ ഒരു അവയർനെസ് അന്നത്തെ കാലത്തില്ല. നമ്മളെല്ലാവരും തന്നെ അന്ന് ടി വിയിൽ പരസ്യം കാണും, അത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. അല്ലേ, ഐശ്വര്യ റായുടെ ഹെയർ കണ്ടാൽ അത്രയും വലിയ ഹെയർ, അപ്പോൾ തന്നെ നമുക്ക് ഷാമ്പൂ ഉണ്ടല്ലോ, ഭയങ്കര സിൽക്കി ആയിട്ട് വരാനുള്ള ഷാമ്പൂ, മറന്നുപോയി ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഷാമ്പൂ പോയി മേടിക്കും, ചിക്ക് ഷാമ്പൂ, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഒക്കെ നമുക്കൊരു ടി വിയിൽ കാണുന്നത് മേടിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് എന്താണ് ഈ ഷാമ്പൂവിൻ്റെ യൂസ് എന്താണെന്ന് നമുക്കറിയില്ല, ഇതെന്തിന് ഉപയോഗിക്കണം എന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മൾ സോപ്പിൻ്റെ പരസ്യം, ആരെങ്കിലും നമ്മൾ സെലിബ്രിറ്റീസ് ആരെങ്കിലും വന്നൊരു സോപ്പിൻ്റെ പരസ്യം കാണിക്കുന്നു, നമ്മളുടെ സ്കിന്നിൻ്റെ പിമ്പിൾസ് എല്ലാം മാറി, ആഗ്നെ മാർക്സ് ഒക്കെ മാറുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് ആ സോപ്പ് ഉപയോഗിച്ചപ്പോൾ തന്നെ നമ്മളെ വെളുക്കുന്നു. നമ്മളെത്ര മണ്ടന്മാരല്ലേ, നമ്മളപ്പോൾ തന്നെ നമ്മൾ ആ സോപ്പ് ഓക്കെ അതാണ് നല്ല സോപ്പ്, അത് നമ്മൾ മേടിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു ഫിനാൻഷ്യലി ഇതിനെ തന്നെ ബാധിക്കുന്നത് കൊണ്ട്. കാരണം കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അത്രയും ആ ഒരു ഇൻഡസ്ട്രിയെ വെല്ലാനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത്രയും വലിയൊരു മാർക്കറ്റാണത്. അപ്പോൾ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആൾക്കാരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. കാരണം ഈ പ്രൊഡക്റ്റ് നോളേജ് ഇല്ലാത്തവരും, ഈ സ്കിൻ എന്താണ് ഇതൊന്നും അറിയാതെ ഈ പരസ്യം കണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഈ ക്രീം തേച്ച വിളക്കൂട്ടോ, ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറൂട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി മേടിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യാനായിട്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സിലബസിലൊന്നും ഇതിനെക്കുറിച്ചൊന്നും പറയാത്തത്. ശരിക്കും ഞാൻ ആഗ്രഹിക്കുവാണ്, പണ്ട് മുതലേ ഇപ്പോഴും അതൊന്നും വന്നിട്ടില്ല, അതൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചെങ്കിലും സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചും ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, സിലബസുകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഭയങ്കര നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ആർക്കെങ്കിലും ആ ബുദ്ധിയൊക്കെ തോന്നിയാൽ ചെയ്യട്ടെ. കാരണം എല്ലാവരുടെയും ആവശ്യം എന്താണ്, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മളെ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് വേണം, നമുക്ക് എന്ത് പ്രൊഡക്റ്റാണ് ഉപയോഗിക്കേണ്ടത് നമുക്ക് അറിയണം, നമ്മളുടെ സ്കിൻ കെയർ നമ്മൾ പ്രോപ്പർ ആക്കണം എന്നാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിന് കറക്റ്റായിട്ട് ബാക്കിയെല്ലാം ഉണ്ട് നമുക്ക്, പക്ഷേ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത്
ഇപ്പം എനിക്ക് മെസ്സേജ് വരും, ആവശ്യമില്ലാതെ കുറേ വലിച്ച് നീട്ടാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, ഞാൻ എൻ്റെ ഉള്ളിലുള്ളൊരു ഫീലാണ് അറിയിക്കുന്നത്. കാരണം അത് നമ്മൾ അത്രയും നമ്മളിപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫഷനാണ് എൻ്റെ പ്രൊഫഷൻ, ബ്യൂട്ടി ആൻഡ് വെൽനസ്, ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷനെ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും, അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നമ്മളെ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് സ്കിൻ കെയർ കറക്റ്റായിട്ട് നിങ്ങളെല്ലാവരും തന്നെ ചെയ്യണം, കറക്റ്റായിട്ട് പോകണം, എന്നാലും നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അതൊരു സ്കിൻ മെച്ചോർഡായി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു റൊട്ടീൻ മക്കളെ ആണെങ്കിലും ശരി നമ്മളാണെങ്കിലും ശരി അത് ശീലിപ്പിച്ച് വരുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇതൊന്നും അല്ല, 40 ഇയേഴ്സിലുള്ളവരുടെ സ്കിൻ കെയർ. അപ്പോൾ ഞാൻ അതിലേക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ 40 ഇയേഴ്സ് തൊട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളുടെ സ്കിന്നിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. 40 വയസ്സ് തൊട്ട് നമ്മുടെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യണം, മോയ്സ്ചർ നല്ലതുപോലെ ചെയ്യണം. അതിന് മുമ്പായിട്ട് ധാരാളം വെള്ളം കുടിക്കുക, അത് നിങ്ങൾ മറക്കരുത്. അതുപോലെ പ്രോട്ടീൻ ഞാൻ മിക്ക വീഡിയോസിലും പറയുന്നുണ്ട്, പ്രോട്ടീൻ നിങ്ങൾ കൂടുതൽ കഴിക്കുക. നമ്മൾ എല്ലാത്തിനും നമുക്ക് പ്രോട്ടീൻ വേണം, എല്ലാ സംഭവത്തിനും നമുക്ക് പ്രോട്ടീൻ, നമ്മളെ ഹെൽത്തിന് നമുക്ക് പ്രോട്ടീൻ വേണം. നമ്മളൊരു 40-45 വയസ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് ബോഡിയിൽ എന്താ പറയുക, ആവശ്യത്തിനുള്ള കൊളോജൻ അല്ലെങ്കിൽ പ്രോട്ടീൻ കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ എല്ലുന്നൊക്കെയാണ് അത് എടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ബോൺ എല്ലാം വീക്കാവും, മനസ്സിലായി? നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എല്ല് പൊട്ടിപ്പോവും. ഇതൊക്കെ എന്തുകൊണ്ട് നമുക്ക് പ്രോട്ടീൻ ഇല്ല. നമ്മൾ ഈ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നവർ ഈ ദോശയും ഇഡലിയും ചോറും കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പ്രോട്ടീൻ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോട്ടീൻ എടുക്കുക, മൾട്ടി വൈറ്റമിൻസ് എടുക്കുക, കൊളോജിൻ എടുക്കുക. ഇത് നിർബന്ധമായിട്ടും 40 ഇയേഴ്സിൽ നമ്മൾ ചെയ്യണം. വെറുതെ വെളുക്കുക, അയ്യോ എനിക്ക് കുറേ പിഗ്മെൻറ്റേഷൻ വന്നു, എൻ്റെ സ്കിന്ന് വേഗം മാറണം, അത് മാത്രം ചിന്തിക്കാതെ നമ്മളുടെ ആരോഗ്യം കൂടെ അതിൻ്റെ കൂടെ ചിന്തിക്കുക, ആരോഗ്യത്തിന് വേണ്ടിയിട്ടും കൂടി ചിന്തിക്കുക. കാരണം പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ബേസാണ്, ആരോഗ്യത്തിൻ്റെയും. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിർബന്ധമായിട്ട് പ്രോട്ടീൻ കയറ്റുക. അല്ലാതെ ദോശയും ഇഡലിയും സാമ്പാറും ചമ്മന്തിയും കഴിച്ചതുകൊണ്ട് നമുക്ക് ഉണ്ടാവത്തില്ല. ഞാനത് കുറ്റമായിട്ട് പറയുന്നതല്ല, നമുക്കതെല്ലാം വേണം. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റ് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് പ്രോട്ടീൻ, പിന്നെ കൊളോജിൻ. നമുക്കറിയാം കൊളോജിൻ്റെ അളവ് കുറഞ്ഞ് വരുന്ന സമയമാണ്, ഞാൻ മിക്ക വീഡിയോസിലും പറയാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡ്രൈനസും റിങ്കിൾസ് ഒക്കെ വരും. അപ്പോൾ നമ്മൾ ആൻറ്റി ഏജിങ്ങിൻ്റെ ഒരു സ്കിൻ കെയറിലേക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാക്സിമം സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യുക, കറക്റ്റായിട്ടുള്ള ഒരു ക്ലെൻസർ നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ ടോണർ, അതിനനുസരിച്ചിട്ടുള്ള ടോണറായിരിക്കണം എടുക്കേണ്ടത്. കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ടോണർ എടുക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ കൊളോജിൻ ടോണറൊക്കെ എടുക്കണം എന്ന് പറയുമ്പോഴും മാർക്കറ്റിൽ പല രീതിയിലുള്ള ടോണറുണ്ട് കൊളോജിൻ്റെ. അപ്പോൾ ഇതിൽ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി ഇല്ലാത്തതുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കി വേണം നമ്മൾ മേടിക്കാൻ. വെളുക്കാൻ തേച്ചത് പാണ്ടാവരുത്, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി എന്നുള്ളത് ഞാൻ അത്രയും എടുത്ത് പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. അപ്പോൾ കൊളോജിൻ വരുന്ന ടോണർ എടുക്കുക, കൊളോജിൻ നല്ലപോലെ കൊളോജിൻ അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ നൈറ്റ് കെയറിൽ നമ്മൾ കൊളോജിൻ സീറം മസ്റ്റായിട്ട് എടുക്കണം. ഒരു 30 കഴിയുമ്പോൾ നമുക്ക് വൈറ്റമിൻ സി എടുത്ത് പോകാം, അത് കഴിയുമ്പോൾ നമുക്ക് കൊളോജിൻ സീറമായിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ കൊളോജിൻ അടങ്ങിയിട്ടുള്ള നൈറ്റ് ക്രീമുകൾ യൂസ് ചെയ്യാം. എല്ലാം തന്നെ കൊളോജിൻ ബാലൻസ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം നമ്മളൊരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുന്ന സമയത്ത്. ഇനി അതെല്ലാം നിങ്ങൾ പ്രോപ്പർ ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നിങ്ങളൊരു 50 ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോയാൽ മതി. അതല്ലാത്ത ഒരാൾക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലും നമുക്ക്, കാരണം അത്രയും വീക്കായിട്ടുണ്ടാവും സ്കിന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ കൊളോജിനായിരിക്കണം കൂടുതൽ നമ്മുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തേണ്ടത്. കൊളോജിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം, കൊളോജിൻ എല്ലാം അതായിരിക്കണം. ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ കൊളോജിൻ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ക്ലെൻസ് ചെയ്യുക, ടോണർ യൂസ് ചെയ്യുക, ദെൻ മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ. ഇതായിരിക്കണം നമ്മളുടെ രാവിലത്തെ റൊട്ടീൻ. ഞാൻ പറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്റ്റാണ് എടുക്കേണ്ടത്. വൈകിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈവനിങ് ഒരു 5 o'clock ഒക്കെ ആകുമ്പോൾ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക, ഒന്ന് മോയ്സ്ചർ ചെയ്യുക. എപ്പോഴും ഒരു ദിവസം 3 പ്രാവശ്യം നമ്മൾ സ്കിന്നിനെ മോയ്സ്ചർ ചെയ്തേ പറ്റൂ, നിർബന്ധമാണ് കേട്ടോ. മോയ്സ്ചറൈസർ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ സൺസ്ക്രീൻ നമ്മൾ വിട്ടുപോകരുത്. മോർണിംഗിൽ സൺസ്ക്രീൻ കറക്റ്റായിട്ട് എടുക്കുക, 50 എടുത്തോളൂ സൺസ്ക്രീൻ. അതുപോലെ വൈകിട്ട് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. നൈറ്റ് നമ്മൾ കൊളോജിൻ നൈറ്റ് ക്രീം ആണെങ്കിൽ അത് നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. CTM ചെയ്യുക, ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, ദെൻ കൊളോജിൻ സിറം കൊടുക്കുക, ദെൻ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മളുടെ ഒരു 40
എന്നുള്ള 40 വയസ്സിൽ നമ്മളുടെ സ്കിൻ റൊട്ടീൻ ഇതായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് 40 വയസ്സിലുള്ളവർ നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രൊഡക്റ്റ് അറിയില്ല, എങ്ങനെ ഇത് ചെയ്യണം, ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഈ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, ഓരോ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട രീതികളുണ്ട്. ടോണർ നമ്മൾ എങ്ങനെ എടുക്കണം, മോയ്സ്ചറൈസർ ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ, എത്ര അളവ് നമ്മൾ എടുക്കണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുക. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്ത് തരുന്നുണ്ട്. പേഴ്സണൽ ഗൈഡൻസ് വരുന്നുണ്ട്. 3 മാസത്തേക്ക് നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. നിങ്ങളുടെ സ്കിന്നിൻ്റെ ഇപ്പോൾ ഉള്ള എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്കൊരു ക്ലിയർ സ്കിൻ റെഡിയാക്കി എടുക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും കേട്ടോ. 3 മാസത്തെ നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസ് ആണ് വരുന്നത്. ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് ഗൈഡ് ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, നിങ്ങളുടെ സ്കിന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരും, ഞാൻ ചെയ്യിപ്പിക്കും, ഞാൻ ചെയ്ത് കാണിച്ചു തരും. ആ ഒരു രീതിയിൽ വീഡിയോ കോൾ വഴി നമ്മൾ ഓരോരുത്തർ സെപ്പറേറ്റ് ആണ്, അല്ലാതെ കുറേ പേര് ഒരുമിച്ച് ഇരുത്തിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. ഇത് പേഴ്സണൽ ഗൈഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, എനിക്ക് ഇനിയെങ്കിലും എൻ്റെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യണം, ഇനിയെങ്കിലും എനിക്ക് മാറ്റം വരണം, എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമൊക്കെ ക്ലിയർ ആവണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. പക്ഷെ വെറുതെ അല്ല കേട്ടോ, അതിനൊരു ഫീസും കൂടെ ഉണ്ട്. അപ്പോൾ കാരണം ഞാൻ എൻ്റെ സമയം എല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. 3 മാസത്തേക്ക് 5000 റുപ്പീസ് ചാർജ് ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കുന്നുണ്ട് അല്ലേ. നമുക്ക് വേണ്ടി കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നം ഞാൻ ക്ലിയർ ചെയ്ത് തരും 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസിലൂടെ. മനസ്സിലായോ? അപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ടാവും, അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, എന്നെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ബാക്കി നമുക്ക് പേഴ്സണൽ ഗൈഡൻസിലൂടെ നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് തരാം. അപ്പോൾ എങ്ങനെയാണ് 40 വയസ്സെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കൊളോജിൻ എടുക്കുക, പ്രോട്ടീൻ എടുക്കുക, ആൻറ്റി ഏജിങ്ങിനുള്ള പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക, മോർണിംഗ് അതുപോലെ തന്നെ നൈറ്റ്, അതുപോലെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക, നല്ല മോയ്സ്ചർ കൊടുക്കുക സ്കിന്നിന്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എത്രത്തോളം ഹൈഡ്രേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യണം. അതായത് മോയ്സ്ചറൈസർ നന്നായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഗ്ലോ ആയിരിക്കും. നല്ല രീതിയിൽ വെള്ളം കുടിക്കണം കേട്ടോ, അത് മറക്കരുത്. അതുപോലെ മൾട്ടി വൈറ്റമിൻസ് ഒക്കെ എടുക്കണം. അത് omega-3 മൾട്ടി വൈറ്റമിൻസ് ഇതെടുക്കുക, കൊളോജിൻ സപ്ലിമെൻ്റ് എടുക്കുക. ഇതെല്ലാം തന്നെ നമ്മളൊരു 40 ഇയേഴ്സ് കഴിയുമ്പോൾ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളുടെ ആരോഗ്യവും സൗന്ദര്യം അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് 40+ നമ്മളുടെ സ്കിൻ കെയർ വരുന്നത്. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊന്നും എങ്ങനെയാണെന്നുള്ള അറിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറേ പേര് പറയും കുറേ കാര്യങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും റിപ്പീറ്റ് ചെയ്യുവാണ്. താല്പര്യമുള്ളവർ മാത്രം കാണുക. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അത് നമ്മളുടെ ഫാമിലി ആയിട്ട് കാണുന്നതാണ് ഞാൻ. സോ അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മളുടെ കൂടെ ഉള്ളത് കൊണ്ട് ആ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക, അത്രയേ ഉള്ളൂ അല്ലേ. അതല്ലേ പറയേണ്ടത്. ഇഷ്ടമില്ലാത്തൊരു നിവൃത്തിയില്ലാതെ ഇരുന്ന് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സ്കിപ്പ് ചെയ്ത് പോവുക, വെരി ഈസി. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഞാൻ നേരത്തെ ചോദിച്ചു, സ്കൂളിലെ സിലബസിൽ സ്കിൻ കെയറും ഹെയർ കെയറും കൊണ്ടുവന്നാൽ നന്നായിരിക്കില്ലേ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കൂടി എനിക്ക് കമൻറ്റ് ചെയ്തൊന്ന് അറിയിക്കണം. കാരണം എൻ്റെ മാത്രം തോന്നലാണോ എന്ന് ആലോചിക്കുകയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഫീലിങ്സാണ് ഞാൻ പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, അത് നിങ്ങൾ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.